നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റംബൂട്ടാൻ വച്ചിരിക്കുന്ന തോട്ടത്തിലെ ചെറിയൊരു തോട്ടമാണ്. റംബൂട്ടാൻ ഒട്ടുമിക്ക റംബൂട്ടാനും പൂത്തു. ഒന്നോ രണ്ടോ റംബൂട്ടാൻ ഒഴിച്ച് ബാക്കിയെല്ലാം പൂത്തു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു 1.5 വർഷമായിട്ടുള്ളൂ റംബൂട്ടാൻ വെച്ചിട്ട്. പക്ഷേ ഈ വർഷം അത് പൂത്തു. അത്യാവശ്യം നല്ല കായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. റംബൂട്ടാൻ പലരും വ്യാപകമായിട്ട് വെക്കുന്നത് കാണുന്നുണ്ട്. ഈ പറഞ്ഞ റബ്ബർ അല്ലെങ്കിൽ മറ്റ് മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട്. പക്ഷെ പലരുടെയും ഒരു തെറ്റായ ധാരണ റംബൂട്ടാൻ മെയിൻ്റെനൻസോ ഒന്നുമില്ല, അല്ലെങ്കിൽ വെറുതെ വെച്ച് പോയാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ അത് തികച്ചും തെറ്റാണ്. അതിനെ ടൈമിൽ പ്രൂണിങ് ചെയ്യണം, ടൈമിൽ വളം ഇട്ട് കൊടുക്കണം, ടൈമിൽ അതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യണം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ റംബൂട്ടാന് വെള്ളം നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം. ഇവിടെ ഞങ്ങൾക്ക് വെള്ളത്തിന് കുറച്ച് ലഭ്യത കുറവുണ്ട്. ആ ലഭ്യത കുറവ് കാരണം നിങ്ങൾ നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇലകളെല്ലാം കരിഞ്ഞ് നിൽക്കുന്നത്. അത് വെള്ളത്തിൻ്റെ അഭാവം മൂലം വന്നതാണ്. അപ്പോൾ വെള്ളം നല്ല രീതിയിൽ റംബൂട്ടാന് കൊടുക്കണം. പലരെയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റംബൂട്ടാൻ അങ്ങനെ വെള്ളമൊന്നും വേണ്ട, വെറുതെ വെച്ചാൽ മതി. റബ്ബറൊക്കെ പോലെ, റബ്ബറിനൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളവും അല്ലെങ്കിൽ ആ പ്ലാവിനൊന്നും വെള്ളമൊന്നും അധികം ആവശ്യമില്ലാത്ത മരങ്ങളാണ്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇലകൾ ഉണങ്ങിപ്പോവാനുള്ള സാധ്യതകളും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ഇവിടെ പൂത്ത റംബൂട്ടാൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-12 അടി ഹൈറ്റ് കാര്യങ്ങളും വന്നു, പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ കായ വന്നിട്ടുണ്ട്, ചിലത് ഒരു 5 അടി 6 അടി ആ രീതിയിലും ഉണ്ട്. പക്ഷേ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് പ്രത്യേകം വേറൊരു ശ്രദ്ധിക്കുക, ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താം. ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇത് പറിക്കുന്നതോടുകൂടി തന്നെ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ശിഖരങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവും. ഞാനിത് വെച്ചപ്പോൾ തന്നെ ഇതിൻ്റെ തല വെട്ടി കളഞ്ഞു. അപ്പോൾ പലരും ചോദിച്ചു, ഈ തല വെട്ടുന്നത് മണ്ടത്തരല്ലേ എന്ന്. ഇപ്പോൾ ഈ തല വെട്ടി കാരണമാണ് ഇതുപോലെ വൈഡായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ കാര്യങ്ങൾ ചില്ലകൾ കാര്യങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു കാരണം. പെട്ടെന്ന് ഇത് പൂത്തതിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 3 വർഷമൊക്കെ എടുത്താലാണ് റംബൂട്ടാൻ പൊതുവെ പൂക്കാറ്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ കഴിയണം. പക്ഷേ ഇതുമ്മേ ഉള്ള കൊമ്പുമ്മേ എല്ലാത്തുമ്മയും റംബൂട്ടാൻ്റെ പൂവ് പിടിച്ചിട്ടുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ റംബൂട്ടാൻ പറിക്കുന്ന സമയത്ത് മാക്സിമം കട്ട് ചെയ്ത് പറിക്കാൻ നോക്കുക, പ്രൂൺ ചെയ്ത്. അല്ലെങ്കിൽ അപ്പോൾ 2 പരിപാടിയും ഒരുമിച്ച് നടക്കും. പ്രൂണിങ് നടക്കും, ഇതിൻ്റെ കായം പറിച്ചെടുക്കുന്ന ഇതും നടക്കും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇതിന് പുഴുക്കുത്ത്, ഇതിൻ്റെ മരത്തിൻ്റെ ഉള്ളിൽ തണ്ട് തുരപ്പൻ പുഴുക്കുത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള കംപ്ലയിൻസും ചില മരങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ഇലകൾ ഉണങ്ങുന്നത് ഇതിൻ്റെ പൊട്ടാഷ്യം അല്ലെങ്കിൽ മാഗ്നീഷ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല മഞ്ഞളിപ്പ് രോഗങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നൊരു കംപ്ലൈൻ്റാണ്. വെള്ളത്തിനൂടെ ലഭ്യത കുറവായതുകൊണ്ടും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് മാത്രമാണ്. വേറെ നിലവിൽ ഇവിടെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ടില്ല. പക്ഷേ ഒരു കംപ്ലയിൻറ്റ് വന്നിരുന്നു, അതൊരു മരത്തിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നം കാണുന്നില്ല. അത് അതിൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് അത് ഇതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. കൊമ്പ് ഉണങ്ങിപ്പോകുന്ന ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു കയറി അല്ലെങ്കിൽ അത് നശിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ടാണ് ആ കൊമ്പ് ഉണങ്ങിപ്പോയത്. പെട്ടെന്നാണ് അത് പുഴു ആക്രമിച്ച് കൊമ്പ് ഉണങ്ങിപ്പോയത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ആ പരിരക്ഷ കാര്യങ്ങൾ നമ്മൾ ഈ റംബൂട്ടാന് കൊടുത്തില്ലെങ്കിൽ റംബൂട്ടാൻ മരങ്ങൾ കംപ്ലൈൻറ്റ് വരാനും അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാവരും വ്യാപകമായിട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നല്ല പരിചരണം വേണ്ട ഒരു ഫ്രൂട്ടാണ്. നമുക്ക് സീസണിൽ നമുക്കൊരു കിലോയ്ക്ക് ഒരു 200-250 രൂപയൊക്കെ നമുക്ക് മാർക്കറ്റിലെ വിലയുണ്ട്.
നമുക്ക് ബൾക്കായിട്ട് പോകുന്ന ഒരു 200 താഴെയൊക്കെ രൂപ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ മരങ്ങളാണെങ്കിൽ നല്ലൊരു വിളവെടുപ്പും അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ റംബൂട്ടാൻ പിന്നെ ടേസ്റ്റുമുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് നമ്മുടെ കേരള അറ്റ്മോസ്ഫിയറിന് നമുക്ക് നല്ല രീതിയിൽ പിടിക്കുന്നതുമായിട്ടുള്ളൊരു മരമാണ്. അപ്പോൾ എല്ലാവരും വെച്ചതുകൊണ്ട് നമുക്ക് കൺസ്യൂം അല്ലെങ്കിൽ നമുക്ക് വിൽക്കാനുള്ള ഇഷ്ടംപോലെ ഏരിയകൾ കാര്യങ്ങളുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്യുന്നില്ല, പിന്നെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് റംബൂട്ടാൻ നല്ലൊരു ഫ്രൂട്ടാണ്. അത് പോരാത്തതിന് റംബൂട്ടാൻ പെട്ടെന്ന് പറിച്ച് വെച്ചാലും കംപ്ലൈൻറ്റ് വരുന്നത് അല്ലെങ്കിൽ പുഴു പിടിച്ച് അല്ലെങ്കിൽ അതുപോലെ കംപ്ലൈൻറ്റ് വരുന്നത് കുറവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതുകൊണ്ടും റംബൂട്ടാൻ നല്ലൊരു എല്ലാവരും ഒരു വീട്ടിലെങ്കിലും ഒരു റംബൂട്ടാൻ മരമെങ്കിലും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മരം വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.